പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുകയാണ്. വീണ്ടും ഒരു പ്രാവശ്യവും കൂടെ നിങ്ങളുടെ മുൻപാകെ തിരുവചനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇളയവന് കൃപ നൽകിയതുകൊണ്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. JCNDSD അഥവാ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനലിൽ വീണ്ടും ഒരു പ്രാവശ്യവും കൂടെ കടന്നു വരുവാനും നിത്യജീവ മൊഴികൾ എന്ന വിശുദ്ധ പരമ്പരയിൽ നിങ്ങളുമായിട്ട് വചനം ഷെയർ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവദേവന് ഭാഗ്യം നൽകിയതുകൊണ്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുകയാണ്. യേശുക്രിസ്തു തന്നെ പിതാവ് എന്ന വിഷയമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളോട് സംസാരിച്ചത്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് സംസാരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും വളരെ പ്രാർത്ഥനയോട്, വളരെ ശ്രദ്ധയോടെ, വചന പരിശോധനയോടെ ഇതിൽ ഭാഗവാക്കുകളാകുവാൻ ഓരോ ക്രിസ്തുവിശ്വാസികളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ക്ഷണിക്കുകയാണ്. ദൈവം ഏകനല്ല എന്നും യേശുക്രിസ്തു ദൈവമല്ല എന്നും വിശ്വസിക്കുകയും അങ്ങനെ ജനത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ലോകത്തിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവം ഏകനാണോ? യേശുക്രിസ്തു ദൈവമാണോ? ദൈവത്തിൽ ഒന്നിലധികം ആളുകൾ ഉണ്ടോ എന്നിങ്ങനെ പരിശോധിക്കുകയും തിരുവചന സത്യം എന്താണ് നമുക്ക് നൽകുന്ന അറിവുകൾ, അതേക്കുറിച്ച് ചില സത്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നാം ഇന്ന് വൈകിയ സമയത്ത് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ പ്രാർത്ഥനയോടെ തിരുവചനം ശ്രദ്ധിക്കുവാനായിട്ട് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം യേശുക്രിസ്തു തന്നെ പിതാവ് എന്നതാണ്. അതിൻ്റെ തെളിവുകളിലേക്കായിട്ട് ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും പറയപ്പെടുന്ന വേദഭാഗങ്ങൾ സത്യമാണോ, അത് സത്യമായിട്ട് തന്നെയാണോ പ്രസംഗകൻ പ്രസംഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് നന്നായി പരിശോധിക്കുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഇത് അന്ത്യകാലമാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മോട് ഏറ്റവും സമീപമായിരിക്കുന്നു എന്ന് നമുക്കറിയാം. കർത്താവിൻ്റെ വരവിൻ്റെ മാറ്റൊലികളാണ് നാം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വ്യത്യസ്തമാകുന്ന നിലകളിൽ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ക്രിസ്തു വിശ്വാസി ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവനിൽ വിശ്വാസം അർപ്പിച്ച് അവൻ്റെ സന്നിധിയിൽ വിശ്വസ്തമായി വിശുദ്ധമായി നിലനിൽക്കുവാൻ കഴിയുന്നു എങ്കിൽ മാത്രമേ പരിശുദ്ധനായ കർത്താവ് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ അവൻ്റെ വിശുദ്ധ ഗണങ്ങളിൽ നമുക്കും പങ്കാളികളായി തീരുവാൻ കഴിയണമെങ്കിൽ
കർത്താവിൻ്റെ വചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ നാം തിരിച്ചറിഞ്ഞ് വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഈ സമയം നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ചില വേദഭാഗങ്ങൾ നമുക്ക് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 44 മുതൽ 46 വരെയുള്ളതായ വേദഭാഗം പ്രാരംഭമായി വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അതിങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു വിളിച്ചു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിൽ തന്നെ വിശ്വസിക്കുന്നു. ഇവിടെ കർത്താവ് പറഞ്ഞത്, എന്നിൽ ആരെങ്കിലും വിശ്വസിക്കുന്നു എങ്കിൽ ആ വ്യക്തി യഥാർത്ഥത്തിൽ എന്നിലല്ല വിശ്വസിക്കുന്നത്, എന്നെ അയച്ച എൻ്റെ പിതാവിലാണ് വിശ്വസിക്കുന്നത് എന്ന് കർത്താവ് പറയുവാനിടയായി തീർന്നു. അപ്പോ എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്നെ അയച്ചവൻ എൻ്റെ പിതാവാണ്. ആ പിതാവിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും യേശു അത് പറയുമ്പോൾ അതിൻ്റെ വസ്തുത നാം വളരെ ഗൗരവമായിട്ട് ചിന്തിച്ചിരിക്കേണ്ടതും ആവശ്യമാണ്. യേശു യഥാർത്ഥമായി സർവശക്തിയുള്ള ദൈവം തന്നെയാണ്. അവൻ ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യവേഷമെടുത്ത് ലോകത്തിലേക്ക് വരുവാൻ അവൻ ആഗ്രഹിച്ചു. അങ്ങനെ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു വന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു വന്നതിനാൽ അവനെ പുത്രനെന്നും മകനെന്നും ഒക്കെ വിളിക്കപ്പെടുവാനിടയായി തീർന്നിട്ടുണ്ട്. എങ്കിലും അവൻ യഥാർത്ഥത്തിൽ സത്യദൈവം തന്നെയാണ് എന്ന് തിരുവചനം നമ്മെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. അത് തിരുവചന യാഥാർത്ഥ്യങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുകയും ചെയ്യും. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനിൽ തന്നെ വിശ്വസിക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അടുത്ത ഭാഗം എങ്ങനെയാണ്? എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ നടക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. സ്തോത്രം. സർവശക്തനായ ദൈവം വെളിച്ചമാണ്, അഥവാ തേജസ്സാണ്. സ്തോത്രം. അവൻ പറയുന്നത്, എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. എന്നെ അയച്ചവൻ ആരാണ് എന്ന് നാം തിരുവചനത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ അയച്ചവൻ തന്നെയാണ് അയക്കപ്പെട്ടവൻ എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ എന്നെ കാണുന്നവൻ എന്നെ അയച്ച എൻ്റെ പിതാവിനെയാണ് കാണുന്നത് എന്ന് സ്തോത്രം കർത്താവ് പറയുവാനിടയായി തീർന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. കർത്താവ് വെളിച്ചമാണ്. അവനിൽ ഇരുള് ഒട്ടുമില്ല എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അവൻ സകല മനുഷ്യർക്കും പ്രകാശം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി അവൻ ലോകത്തിലേക്ക് വന്നതാണെന്നും ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നവനെ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു എന്നാണ് കർത്താവ് പറയുവാനിടയായി തീർന്നത്. സ്വതന്ത്ര ഈ വാക്കുകളിൽ കൂടെ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം യേശു ആരാണ്. സ്തോത്രം. അടുത്ത ഭാഗം നമ്മൾ വായിക്കുന്നത്, യേശുവിനെ കാണുന്നവൻ തന്നെ
തന്നെ അയച്ച പിതാവിനെയാണ് കാണുന്നത്. യേശുവിനെ കാണുന്നവൻ തന്നെ അയച്ച പിതാവിനെയാണ് കാണുന്നത്. ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് കർത്താവ് പറഞ്ഞുവല്ലോ. അപ്പം യേശുവിനെ കാണുന്ന ഒരു വ്യക്തി തന്നെ അയച്ച പിതാവിനെയാണ് കാണുന്നത് എന്ന് പറയുമ്പോൾ, പിതാവായ ദൈവം സ്തോത്രം പുത്രനെ അയച്ചു എന്ന് പറയുമ്പോൾ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു വന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത എന്ന് നാം മനസ്സിലാക്കുകയും ചെയ്യണം. തന്നെയല്ല, കർത്താവിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠിതാവ് യേശുക്രിസ്തു യഥാർത്ഥത്തിൽ ഒരേ സമയം ദൈവവും അതേസമയം തന്നെ മനുഷ്യനുമാണ് എന്ന വസ്തുത മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ, അതിൽ വിശ്വസിച്ചു എങ്കിൽ മാത്രമേ തെറ്റുകൂടാതെ കർത്താവിനെ കുറിച്ച് പഠിക്കുവാനായിട്ട് സാധ്യമാകൂ. അത് മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തി സ്തോത്രം പലപ്പോഴും തെറ്റിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടാകും, തെറ്റിദ്ധാരണകൾ ഉണ്ടാകും, വഞ്ചനയിൽ കുടുങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ടു വന്ന ദൈവമാണ് എന്നുള്ളതായ ആ സത്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ അവിടെ കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്തോത്രം, ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് ലോകത്തിൽ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവാനായിട്ട് അയക്കപ്പെട്ടിട്ടുണ്ട്. വാസ്തവമായിട്ടും കർത്താവിനാൽ തെരഞ്ഞെടുത്ത് അയക്കപ്പെട്ടതായ തൻ്റെ മക്കൾ, തൻ്റെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ മുതൽ അപ്പോസ്തലന്മാരുടെ പിൻഗാമികളായി സുവിശേഷ വേലയിൽ പ്രവർത്തിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് നിലകൊള്ളുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, സ്തോത്രം, ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. യേശു അയക്കപ്പെട്ടവർ അപ്പോസ്തലന്മാരും അവരുടെ അനുഗാമികളുമാണ്. അവരെ യഥാർത്ഥമായി കൈക്കൊള്ളുന്നവൻ യേശുവിനെയാണ് കൈക്കൊള്ളുന്നത്. സ്തോത്രം, അവരെ കൈക്കൊള്ളുന്നില്ല എങ്കിൽ യേശുവിനെ അവർ കൈക്കൊള്ളുന്നില്ല എന്നാണ് ആ വാക്കിൻ്റെ ആശയം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്നും അവിടെ കാണുവാൻ കഴിയുന്നു. യേശുവിനെ യഥാർത്ഥമായി ആര് സ്വീകരിക്കുന്നുവോ കൈക്കൊള്ളുന്നുവോ അവർ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചവനെയാണ് കൈക്കൊള്ളുന്നത് എന്ന് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യഭാഗം നമുക്കറിയാമല്ലോ. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അവനെ കൈക്കൊള്ളുന്നവൻ, യേശുവിനെ കൈക്കൊള്ളുന്നവൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ് എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ യേശുവിനെ കൈക്കൊള്ളാതിരിക്കുന്നവൻ ഒരിക്കലും ദൈവമകനല്ല, ദൈവമകളല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഒരുപക്ഷെ ലോകത്തിൽ അറിയപ്പെടുന്ന ക്രൈസ്തവ സമൂഹത്തിൻ്റെ അംഗങ്ങളായിരിക്കാം, ലോകം മാനിക്കപ്പെടുന്നവരായിരിക്കാം, സ്ഥാനങ്ങളും മാനങ്ങളും അധികാരങ്ങളും സമ്പത്തിൻ്റെ അവസ്ഥയിൽ വളരെ ഉന്നതിയുള്ളവരും ഒക്കെയാണ്, വിദ്യാസമ്പന്നരായിരിക്കും, പണ്ഡിതന്മാരായിരിക്കും. അങ്ങനെയൊക്കെയുള്ള പല ശ്രേഷ്ഠതകളും ഇപ്പറയപ്പെടുന്ന ആളുകളെ കുറിച്ച് പറയുവാൻ കാണുമായിരിക്കും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവമെന്ന് അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരുത്തനും ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് ദൈവവചനം വളരെ
വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അവൻ ഒരിക്കലും ദൈവമകനാകുകയില്ല എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 10-11 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തി നാം കാണുന്നത് കർത്താവ് ഫിലിപ്പോസിനോട് പറഞ്ഞതായ കാര്യമാണ്. അതിൻ്റെ തുടർന്നുള്ളതായ ഭാഗം നേരത്തെ നമ്മൾ ചിന്തിച്ചതിൻ്റെ താഴോട്ടുള്ള ഭാഗമാണ്. 19-ാം വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു എന്നാണ് കർത്താവോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു, അത് നീ വിശ്വസിക്കുന്നില്ലയോ ഫിലിപ്പോസേ എന്ന് ഫിലിപ്പോസിനോട് ചോദിക്കുമ്പോൾ, പിന്നീട് അവിടെ പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ട് സംസാരിക്കുന്നതല്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി, പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നു എന്നാണ് സ്തോത്രം ഇവിടെ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. ഇത് വാസ്തവത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു സംസാരിക്കുന്ന ഓരോ വാക്കുകളും പിതാവിൻ്റെ വചനങ്ങളാണ്, പിതാവിൻ്റെ വാക്കുകളാണ് എന്ന് കർത്താവ് തന്നെ സംസാരിക്കുകയാണ്. സ്തോത്രം. അതിൻ്റെ അടുത്ത വാക്യം നമ്മൾ വായിക്കുന്നത് 11-ാമത്തെ വാക്യഭാഗത്തിൽ, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം വിശ്വസിപ്പീൻ. ഞാൻ പിതാവിലാണ്, പിതാവ് എന്നിലുമാണ് എന്ന് പറഞ്ഞാൽ ഞാനും പിതാവും ഒന്ന് തന്നെയാണ് എന്ന് വ്യത്യാസമില്ലാതെയും സംശയത്തിന് ഇടവരാതെയും കർത്താവ് തന്നെ പ്രസ്താവിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ഒരുപക്ഷെ പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾക്ക് വിശ്വസിപ്പാൻ കഴിയാതിരിക്കുന്നു എങ്കിൽ എൻ്റെ പ്രവൃത്തി നിമിത്തം വിശ്വസിപ്പിൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മാനുഷികമായി ഒരു വ്യക്തിക്കും ചെയ്യുവാൻ കഴിയാത്ത അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തവനാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന പ്രവൃത്തികളെ ചെയ്തവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് എൻ്റെ പ്രവൃത്തി നിമിത്തം നിങ്ങൾ വിശ്വസിപ്പീൻ, വിശ്വസിക്കുന്നില്ലെങ്കിൽ ശിക്ഷാവിധിയിൽ അകപ്പെടും. അത്ര തന്നെ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം തന്നെ 15-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ, മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴോ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ സ്തോത്രം, പിതാവ് ലോകത്തിലേക്ക് വന്നതായിട്ടൊരിക്കലും സ്തോത്രം വ്യക്തിപരമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. യേശു ക്രിസ്തു മാത്രമാണ് ലോകത്തിലേക്ക് വരുവാനിടയായി തീർന്നത്. അപ്പോൾ യേശു ക്രിസ്തു ചെയ്ത പ്രവൃത്തികളെ കുറിച്ചൊക്കെ യേശു ക്രിസ്തു തന്നെ പറയുന്നത്, ലോകത്തിൽ വന്നിട്ടുള്ള മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികൾ മനുഷ്യരുടെ ഇടയിൽ ഞാൻ ചെയ്തില്ലായിരുന്നു എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. അപ്പോ മാനുഷികമായി ആർക്കും ചെയ്യുവാൻ കഴിയാത്ത അനേകായിരം കണക്കിന് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും അരുമനാഥനായ കർത്താവ് ഈ ജനത്തിൻ്റെ ഇടയിൽ ചെയ്തു. എങ്കിലും ജനം അവനെ വിശ്വസിക്കാത്തത് കൊണ്ട് കർത്താവ് പറയുന്നു, സ്തോത്രം, ഞാൻ അത് ചെയ്തില്ലായിരുന്നു എങ്കിൽ അവരുടെ ഇടയിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴോ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഞാൻ ചെയ്ത പ്രവൃത്തി എൻ്റെ സ്വയമായിട്ടുള്ള കഴിവ് കൊണ്ട് ചെയ്തതല്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തിയാണ് ചെയ്തത്.
എന്നെ കാണുന്നവൻ പിതാവിനെയാണ് കാണുന്നത് എന്ന് കർത്താവ് പറഞ്ഞു. ഞാനും പിതാവും ഒന്നാണെന്ന് കർത്താവ് പറഞ്ഞു. ഇതൊക്കെയായിട്ടും വിശ്വസിക്കാത്തതായ ആളുകളെ സംബന്ധിച്ച് കർത്താവ് പറയുന്നത്, ഇപ്പോഴോ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ കണ്ടിട്ടും അവനെ പകയ്ക്കുന്നവരാണ്. അതുകൊണ്ട് സ്തോത്രം, അവരുടെ ശിക്ഷാവിധിക്ക് യാതൊരു സ്തോത്രം ഇളവും ഉണ്ടാവുകയില്ല എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ 23-ാമത്തെ വാക്യഭാഗത്തിൽ നമ്മൾ കാണുന്നത്, എന്നെ പകയ്ക്കുന്നവൻ എൻ്റെ പിതാവിനെയും പകയ്ക്കുന്നു എന്നാണ്. യേശുവിനെ പകയ്ക്കുന്നവൻ പിതാവിനെയും പകയ്ക്കുന്നു. കാരണം യേശുവും പിതാവും ഒന്ന് തന്നെയാണ് എന്ന് പല വചനങ്ങളിലൂടെ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുവാനിടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് യേശു പിതാവാണെന്ന് പറയുമ്പോൾ അതിന് വിരോധമായി സ്തോത്രം പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതായ വ്യക്തി ജീവിതങ്ങൾ യഥാർത്ഥമായി പിശാചിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്. അവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ സ്തോത്രം വന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, എൻ്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പം എൻ്റെ കൽപ്പനകൾ ലഭിച്ച് അത് പ്രമാണിക്കുന്നവൻ, അത് വിശ്വസിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും എന്നവിടെ കാണുവാൻ കഴിയുന്നു. യേശുവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ, വിശ്വസിക്കുന്നവൻ യേശുവിനെ സ്നേഹിക്കുന്നു. യേശുവിനെ സ്നേഹിക്കുന്നവനെ പിതാവ് സ്നേഹിക്കുന്നു. കർത്താവും അവനെ സ്നേഹിച്ചുകൊണ്ട് കർത്താവിനെ തന്നെ അവനെ വെളിപ്പെടുത്തി കൊടുക്കും എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 12 മുതൽ 18 വരെയുള്ളതായ ഭാഗങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് തൻ്റെ ദാസന് തന്നെ വെളിപ്പെടുത്തി കൊടുത്ത ഒരു സാഹചര്യം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അവിടെ കർത്താവ് മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ ശേഷം സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം പത്മോസ് ദ്വീപിലായിരുന്ന യോഹന്നാൻ അപ്പോസ്തലന് കർത്താവ് വെളിപ്പെട്ട ഒരു കാര്യമാണ് അത്. സ്തോത്രം. ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യാദികളെ കുറിച്ച് യോഹന്നാൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ കണ്ട അനുഭവമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. കർത്താവ് തന്നോട് തൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ യോഹന്നാനോട് സംസാരിക്കുമ്പോൾ ആ കേട്ട ശബ്ദം എന്താണെന്ന് കാണുവാൻ, ശബ്ദം സാധാരണ എല്ലാവരും കേൾക്കുകയാണല്ലോ പതിവ്. എന്നാൽ ഇവിടെ കാണുന്നത് എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു എന്നാണ്. കേൾക്കാൻ തിരിഞ്ഞു എന്നല്ല, കാണുവാൻ തിരിഞ്ഞു. തിരിഞ്ഞപ്പോൾ താൻ കണ്ടതായ കാഴ്ച 7 പൊന്നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ
തൻ്റെ പിന്നിൽ കേട്ടതായ ശബ്ദം എന്താണെന്ന് കാണുവാനായിട്ട് തിരിഞ്ഞപ്പോൾ താൻ കണ്ടതായ കാഴ്ച 7 പൊൻനിലവിളക്കുകൾ കണ്ടു. നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോ അതിനുശേഷമുള്ളതായ അവന്റെ അവസ്ഥയെ സംബന്ധിച്ചാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയായിരുന്നു. യേശുവിൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. വളരെ വളരെ പ്രായം ചെന്ന ഒരു വയോധികന്റെ അവസ്ഥ പോലെയായിരുന്നു അവൻ്റെ തലയും തലമുടിയും കണ്ടപ്പോൾ യോഹന്നാന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കാരണം അവൻ ആദ്യനും അന്ത്യനുമായ ഏക സത്യ ദൈവമാണ് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമുക്ക് അതിലൂടെ കാണുവാൻ കഴിയുന്നത്. അവൻ്റെ കണ്ണുകളെ നോക്കിയപ്പോൾ അഗ്നിജ്വാലയ്ക്ക് ഒത്തതും അവൻ്റെ കാൽ ഉലയിൽ ചുട്ടു പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും ആയിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല പോലെയുള്ളതായിരുന്നു. കാല് ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവുമായിരുന്നു. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു എന്നവിടെ കാണുവാൻ കഴിയും. അവന്റെ ശബ്ദം സാധാരണ മനുഷ്യരുടെ ശബ്ദം പോലെ ആയിരുന്നില്ല. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ളതായ ആ മഹാശബ്ദമാണ് തനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞത് എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. അതിനുശേഷം അവന്റെ വലങ്കൈയിൽ 7 നക്ഷത്രമുള്ളതായി കണ്ടു. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായുത്തല വാളുകൾ പുറപ്പെടുന്നു. സ്തോത്രം. അവന്റെ വചനം, സ്തോത്രം, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുവാൻ കഴിയുന്ന ശക്തമേറിയ ഇരുവായുത്തലയുള്ള വാളാണ് എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ഈ വാളുകൾ അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. പിന്നീട് അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന സമയം പകൽ 12 മണിയാണല്ലോ. ആ ഉച്ചയോടെ ഉള്ളതായ ആ സൂര്യന്റെ ആ ശക്തമായിട്ടുള്ള നിലയിലുള്ളതായ പ്രകാശം നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ ബുദ്ധിമുട്ടുള്ളതായ കാര്യമാണ്. അങ്ങനെ ശക്തിയോട് പ്രകാശിക്കുന്നത് പോലെ അവന്റെ മുഖം പ്രകാശിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിന്നീട് യോഹന്നാൻ അവനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. ഇത് അവന്റെ മുൻപിൽ, യോഹന്നാന്റെ മുൻപിൽ നിൽക്കുന്നവൻ ആരാണ് എന്ന് വളരെ വ്യക്തമായിട്ടും യോഹന്നാന് മനസ്സിലായി. ഇത് തൻ്റെ ഗുരുനാഥനാണ്. സ്തോത്രം. 3.5 വർഷക്കാലം അവനോട് കൂടെ ഞാൻ നടന്നവനാണ്, അവനിൽ നിന്ന് കേട്ടവനാണ്, അവനിൽ നിന്ന് മനസ്സിലാക്കിയവനാണ്, അവൻ്റെ പ്രവൃത്തികളെ കണ്ടറിഞ്ഞവനാണ്, അവനുമായിട്ട് ഏറ്റവും അടുത്ത പരിചയമുണ്ട്, അവൻ്റെ മാറോട് ചേർന്ന് കിടന്നവനാണ്, അവൻ്റെ മരണം വരെയും അവനെ പിൻപറ്റിയ ഒരേ ഒരു സ്തോത്രം ശിഷ്യൻ യോഹന്നാൻ ആണെന്ന് യോഹന്നാൻ അറിയാം. അപ്പോ തൻ്റെ ഗുരുനാഥനായി ഈ ഭൂമിയിൽ തന്നോടുകൂടെ സഞ്ചരിച്ച 3.5 വർഷക്കാലം അവനോടുകൂടെ ആയിരുന്നതായ ആ കർത്താവിൻ്റെ അവസ്ഥ ഈ നിലയിൽ അവൻ കണ്ടപ്പോൾ, സ്തോത്രം, മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണപ്പോൾ അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു എന്ന് തന്നോട് സംസാരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു.
കർത്താവിനെ സ്നേഹിക്കുന്നവൻ, കർത്താവ് സ്നേഹിക്കുന്നവന് തന്നെത്താൻ വെളിപ്പെടുത്തി കൊടുക്കുമെന്ന് പറഞ്ഞതായ ആ വിഷയത്തിന്റെ ഒരു നിവർത്തിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. തൻ്റെ ശിഷ്യന്മാരിൽ വെച്ച് പ്രമുഖനായ വ്യക്തി പത്രോസ് ആയിരുന്നുവെങ്കിലും ഏറ്റവും അധികം താൻ സ്നേഹിച്ചതായ തൻ്റെ ശിഷ്യനായിരുന്നു സ്തോത്രം യോഹന്നാൻ അപ്പോസ്തലൻ. യോഹന്നാൻ അപ്പോസ്തലന് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായി തീർന്നു. ആ വെളിപ്പാടിന്റെ അവസ്ഥയാണ് നമുക്ക് മുൻപ് വായിച്ച വാക്യഭാഗങ്ങളിലൂടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. അവൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ കർത്താവ് അവന്റെ വലം കൈ യോഹന്നാന്റെ മേൽ വെച്ചിട്ട് പറഞ്ഞത്, നീ ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. സ്തോത്രം. പറഞ്ഞാൽ ആദ്യൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, അവന് മുൻപായിട്ട് മറ്റൊരുത്തൻ ഉണ്ടായിരുന്നില്ല. സർവശക്തനായ ദൈവമായ പിതാവിനെ ആദ്യനെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അതേ ആദ്യൻ തന്നെയാണ് യേശു ക്രിസ്തു. രണ്ട് ആദ്യന്മാരില്ല, രണ്ട് അന്ത്യന്മാരില്ല എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇവിടെ പറയുകയാണ്, ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്ന് കർത്താവ് പറയുവാനിടയായി തീർന്നു. പ്രിയമുള്ള ശ്രോതാക്കളെ, ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ഈ ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുവാൻ വേണ്ടി ലോകത്തിലേക്ക് കടന്നു വന്നു. ലോകത്തിലുള്ളതായ സകല മനുഷ്യന്റെയും പാപം തൻ്റെ ചുമലിൽ വഹിച്ചുകൊണ്ടവൻ കാൽവരിയിൽ യാഗമായി തീർന്നു എന്ന് സ്തോത്രം നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. എന്നാൽ ദൈവമല്ല മരിച്ചത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. സ്തോത്രം. തന്നിലുള്ള മനുഷ്യത്വമാണ് അവിടെ മരിക്കുവാനിടയായി തീർന്നത്. സ്തോത്രം. എന്നാൽ ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നു. എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആദ്യനും അന്ത്യനുമായ കർത്താവ് ഒരിക്കൽ ലോകത്തിൽ കടന്നു വന്ന് ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്നു. ഇനി അവൻ ഒരിക്കലും മരിക്കുകയില്ല, ഒരിക്കലും അവൻ ജനിക്കുകയുമില്ല. സ്തോത്രം. എന്നാൽ ചില ആളുകൾ ആണ്ടുതോറും അവനെ ജനിപ്പിക്കുകയും അവനെ കൊല്ലുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതൊക്കെ മിഥ്യാചിന്തകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതായ സ്തോത്രം തെറ്റായ വിശ്വാസമാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യനും ആത്മരക്ഷ പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഇവിടെ പറയുന്നു, ഞാൻ ഇതാ എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. കർത്താവ് പറഞ്ഞതുപോലെ കർത്താവിനെ സ്നേഹിക്കുന്നവന് തന്നെത്താൻ വെളിപ്പെടുത്തി കൊടുക്കുമെന്ന് പറഞ്ഞത് ആ മറുരൂപ മലയിൽ വെച്ചും സ്തോത്രം കർത്താവ് യോഹന്നാനും പത്രോസിനും അന്ത്രയോസിനും തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഈ ആദ്യനും അന്ത്യനും സ്തോത്രം മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവനുമായ കർത്താവ് കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ലോകത്തിൽ വെളിപ്പെട്ടു വന്നവനാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ വാസ്തവമായി ദൈവമാണ്, അഥവാ യേശു ദൈവമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. തിമോത്തിയോസിന്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14, 15, 16 വാക്യഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരും എന്നാശിക്കുന്നു. തിമോത്തിയോസിനോട് കർത്താവിന്റെ ദാസനായ വിശുദ്ധ പൗലോസ് പറയുന്നതാണ്.
താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ ആ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം എഴുതുന്നത്. ഇവിടെ പറയുന്നത്, ഞാനൊരു പക്ഷേ നിന്റെ അടുക്കലേക്ക് വരുവാനായിട്ട് ആശിക്കുന്നുണ്ട്, എന്നാൽ ഒരു പക്ഷേ എനിക്ക് വരുവാൻ ഏതെങ്കിലും തരത്തിൽ താമസം നേരിട്ടാൽ നീ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ആ ദൈവാലയത്തിൽ എങ്ങനെയാണ് നടക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നീ അറിയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതെഴുതുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ പറയുന്നത്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ആരാണ് ജഡത്തിൽ വെളിപ്പെട്ടത്? ജീവനുള്ള ദൈവം. ജീവനുള്ള ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു എന്നാണ് ദൈവഭക്തിയുടെ രഹസ്യം. അത് സമ്മതമാവണ്ണം വലിയതാകുന്നു എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു വിധമാകുന്ന കളങ്കവും അതിനകത്തില്ല. അത് യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് അവിടെ കർത്താവിന്റെ ദാസൻ അത് പറയുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 26 മുതൽ 30 വരെയുള്ളതായ ഭാഗങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ ഉള്ളവരല്ലായികയാൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരായിരുന്നു എങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമായിരുന്നു. അത് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടില്ലാത്തത് കൊണ്ടും എൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തവരുമാകയാലാണ് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കുവാൻ കഴിയാത്തത്. സ്തോത്രം എന്ന് കർത്താവ് പറയുകയാണ്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ആടുകൾ കുറച്ചുപേരെ ഉണ്ടായിരിക്കുകയുള്ളൂ, എങ്കിലും സ്തോത്രം തൻ്റെ ആടുകൾ തൻ്റെ ശബ്ദം കേൾക്കുന്നു എന്നാണ് കർത്താവ് പറയുവാനിടയായി തീർന്നത്. അതുകൊണ്ട് ഞാൻ സ്തോത്രം അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു എന്നവിടെ രേഖപ്പെടുത്തി കാണുവാൻ കഴിയുകയാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ ആടുകൾ, സ്തോത്രം, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും കർത്താവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടതായ ദൈവമക്കൾ, സ്തോത്രം, ദൈവവചനത്തിൻ്റെ വസ്തുതകൾ പ്രമാണിക്കുന്നവർ, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർ, അവനെ സ്നേഹിക്കുന്നവർ, അവൻ്റെ ശബ്ദം കേൾക്കുകയും അവനെ അനുഗമിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. പിന്നെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കും. തന്നെ അനുഗമിക്കുന്നതിൻ്റെ ആടുകൾക്ക് നിത്യജീവനെ കൊടുക്കുന്നു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിന്നീട് അവിടെ പറയുന്നു, അവ ഒരു നാളും, സ്തോത്രം, നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയുമില്ല എന്ന് അവിടെ രേഖപ്പെടുത്തി കാണുകയാണ്. സ്തോത്രം. കർത്താവിനാൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടതായ ദൈവമക്കൾ പെന്തക്കോസ്ത് നാളിൽ, സ്തോത്രം, കർത്താവിൻ്റെ ദാസനായ പത്രോസിൻ്റെ വാക്കുകൾ കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റ് സഭയോട് ചേർന്ന് നിന്നതായ ദൈവമക്കളും, അതിനുശേഷം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് സഭയുടെ പങ്കാളികളായി തീരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സംബന്ധിച്ച് ദൈവവചനം പറയുന്നത്, ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കും. അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള ശ്രോതാക്കളെ, ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തു വാസ്തവമായും ദൈവമാണ്. അവൻ തന്നെയാണ് പിതാവ്. അവൻ പുത്രത്വം സ്വീകരിച്ചല്ലെങ്കിൽ ജഡത്തിൽ വെളിപ്പെട്ട് ലോകത്തിലേക്ക് മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടി കടന്നു വന്നവനാണ് യേശുക്രിസ്തു എന്ന് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ,
വചനവിരുദ്ധമായിട്ട് പലതും പഠിപ്പിക്കുന്നവരും വചന സത്യത്തെ തിരസ്കരിക്കുന്നവരുമായി കോടിക്കണക്കിന് ആളുകൾ ഈ ലോകത്തിൽ ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. മറ്റുള്ള ജാതികളെ വിടാം, ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ പെന്തക്കോസ്തുകാരാണ്, ഞങ്ങളെല്ലാം അറിയുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയേണ്ടും പോലെ അറിയുവാൻ കഴിയാതെ ഈ ലോകത്തിന്റെ അന്ധകാരങ്ങളിൽ തപ്പിത്തടഞ്ഞ് ഇടറി വീഴുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ഇവിടെ പറയുന്നു, എന്നെ അനുഗമിക്കുന്ന, എന്നെ വിശ്വസിക്കുന്ന, എന്നെ പിന്തുടരുന്ന ദൈവമക്കൾക്ക് ഞാൻ എൻ്റെ നിത്യജീവനെ കൊടുക്കും. അവ ഒരു നാളും എൻ്റെ അടുക്കൽ നിന്നും നഷ്ടപ്പെട്ടു പോകുകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയുമില്ല. പിന്നീട് അവിടെ എഴുതിയിരിക്കുന്നത്, അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്നവിടെ രേഖപ്പെടുത്തി കാണുകയാണ്. ഞാനും പിതാവും ഒന്ന് തന്നെയാണ് എന്ന് സ്തോത്രം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനമേറ്റ പരിശുദ്ധാത്മ നിറവോടെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നതായ തൻ്റെ മക്കളെ ചേർക്കുവാൻ ഇതാ നമ്മുടെ അരുമ മണവാളൻ കടന്നു വരുവാൻ സമയമായിരിക്കുന്നു. ഊഹാഭോഗങ്ങളിലൂടെയും അന്ധവിശ്വാസങ്ങളിലൂടെയും അനാചാരങ്ങളിലൂടെയും തെറ്റായ വ്യാജ സന്ദേശങ്ങളിലൂടെയും ഒക്കെ ഈ ലോകത്തിൽ ജീവിച്ചു കുറെ അന്യഭാഷകളും അതും ഇതുമൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കി രക്ഷ പ്രാപിക്കാമെന്ന് ആരെങ്കിലും കരുതിയാൽ തീർച്ചയായിട്ടും അവരുടെ വിശ്വാസം അസ്ഥാനത്താണ്. അവർക്കൊരിക്കലും ദൈവരാജ്യത്തിൽ കടന്നു പോകുവാൻ കഴിയുകയില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മ നിറവോടെ വിശുദ്ധ ജീവിതം നയിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ ഇതാ നമ്മുടെ കർത്താവ് കടന്നു വരുവാൻ സമയമായിരിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഒരുങ്ങിക്കൊള്ളുക. നമ്മുടെ നാഥൻ ഇതാ വാതിക്കലെത്തിയിരിക്കുന്നു. ആരും കൈവിടപ്പെടാതിരിക്കേണ്ടതിന് സൂക്ഷിക്കുക. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വൈകിയ സമയത്ത് അല്പസമയം തിരുവചനം സംസാരിക്കുവാൻ എളിയവൻ അവസരം തന്ന JCNDSTയുടെ ഭാരവാഹികളായിരിക്കുന്ന അഡ്മിന്മാർക്കും മറ്റു പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. സ്തോത്രം. കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇത്രയും സമയം തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ എളിയവനെ ബലപ്പെടുത്തിയ സർവ്വലോകനായിരിക്കുന്ന കർത്താവിന് സകലവിധമാകുന്ന മാനവും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. അല്പസമയം അപനമാറ്റമില്ലാത്ത വചനവുമായിട്ട് ഇതിനു മുമ്പിൽ നിൽക്കുവാൻ സ്വർഗം സഹായിച്ച നിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി സ്തോത്രം ചെയ്യാണ്. വചനം കേട്ടാലും നശിച്ചു പോകുന്നതിനായിട്ടല്ല, നിത്യജീവനെ പ്രാപിക്കുവാൻ യോഗ്യരായി കാണപ്പെടേണ്ടതിന് ഓരോ പ്രിയപ്പെട്ടവരെയും ഒരുക്കിയാട്ട്. സ്തോത്രം. JCNDST എന്ന ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരെ, ദൈവജനത്തെ അനുഗ്രഹിക്കണം. എല്ലാം നിന്റെ നാമത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമാകേണ്ടതിന് സഹായിക്കണം. പ്രാർത്ഥന പ്രിയൻ കേട്ടതിനായി സ്തുതിക്കുന്നു. സകല മഹത്വം പന്നിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ തരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.